ഇതിൽ പരസ്യം കൊടുത്തതിൽ തന്നെ ഒരു പത്രം ഇന്നിപ്പോൾ മുഖപ്രസംഗം എഴുതിയിരിക്കുന്നത് ഇടതുപക്ഷത്തിൻ്റെ ലൈൻ ശരിയായില്ല എന്നാണ് ഈ പത്രം. അല്ല, പത്രത്തിൻ്റെ മുഖപ്രസംഗം എന്ന് പറഞ്ഞാൽ അവരുടെ കാര്യം. ഇത് പരസ്യമാണ്. പരസ്യം ആ പത്രത്തിൻ്റെ നടത്തിപ്പുകാരുടേതാകണമെന്നില്ല. ഇപ്പോൾ ഞങ്ങൾ ദേശാഭിമാനിയിൽ പണ്ട്, ഇപ്പോൾ ഞാനിരിക്കുന്ന ഞാൻ ദേശാഭിമാനി ജനറൽ മാനേജറായ സമയത്ത് കോൺഗ്രസിന് വോട്ടഭ്യർത്ഥിച്ചുകൊണ്ടുള്ള പരസ്യം കൊടുത്തിട്ടില്ലേ? പത്രങ്ങൾ കൊടുക്കാറുണ്ട്. ഞങ്ങൾ ഇന്ത്യ ഗവൺമെൻറ് കോൺഗ്രസ് അധികാരത്തിലിരിക്കുമ്പോൾ അവർ അധികാരത്തിലിരുന്നു കൊണ്ട് ഇന്ത്യയിലാകെ പരസ്യം കൊടുക്കുന്ന കൂട്ടത്തിൽ കേരളത്തിൽ ഞങ്ങളുടെ പത്രത്തിന് പരസ്യം തന്നിട്ടില്ലേ? ഞങ്ങളുടെ പത്രം കൈക്ക് വോട്ടിയാൻ വേണ്ടി ഞങ്ങളുടെ പത്രത്തിൽ വന്നിട്ടില്ലേ പരസ്യം? അത് പത്രങ്ങൾ ചെയ്യുന്ന നിലപാടാണ്. പത്രങ്ങളുടെ ധർമ്മം പാലിക്കും. ആ ധർമ്മം പാലിക്കുമ്പോൾ എന്തിനാ ഇങ്ങനെ ബേജാറാകുന്നത്? ഈ പത്രങ്ങളിലൊക്കെ പരസ്യം വരുമ്പോൾ ബേജാറാകുക, ഭയപ്പെടുക, അങ്ങനെ ഭയപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുക, നിലവിളിക്കുക, ഇതെല്ലാം അവരുടെ പാപ്പരത്വത്തിൻ്റെ ഭാഗമാണ്. ഞങ്ങൾക്കതൊന്നുമില്ല. ഞങ്ങളെല്ലാം തുറന്ന പുസ്തകമാണ്. എല്ലാ കാര്യങ്ങളും ജനങ്ങളുടെ മുമ്പാകെ വിശദീകരിച്ചുകൊണ്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഓരോ പ്രവർത്തനങ്ങളും. ഭൂരിപക്ഷം കുറഞ്ഞു പോയി എന്നുള്ള കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കെ രാധാകൃഷ്ണൻ കിട്ടിയ ഭൂരിപക്ഷം ഇത്തവണ ലഭിച്ചില്ല. അപ്പോൾ അതൊരു പോരായ്മയായി പറയും. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ട് ഏതെങ്കിലും, എനിക്ക് തോന്നുന്നത് മിക്ക പാർട്ടികൾക്കും 21 അതിന് മുമ്പുള്ള ഇതിന് വ്യത്യസ്തമാണ്. കഴിഞ്ഞ 21 തെരഞ്ഞെടുപ്പ്, അതിനുശേഷം നടന്ന 24 തെരഞ്ഞെടുപ്പ്, ഇപ്പോൾ നടന്നുള്ള തെരഞ്ഞെടുപ്പ്, ഈ തെരഞ്ഞെടുപ്പുകൾക്കൊക്കെ വ്യത്യസ്ത ഫലമുണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിലെല്ലാം പൊതുവായി ഞങ്ങൾ കാണുന്നത് ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളൊരു കാറ്റാണ്. ഇടതുപക്ഷ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഒരു ജനവികാരവും ഇല്ലെന്ന് മാത്രമല്ല, അനുകൂലമാണ്. ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ ജനങ്ങൾ അംഗീകരിക്കുന്നു. കേരളം ഇനിയും വളരണം, വികസിക്കണം, ഒരു പുതിയ കേരളം ഉണ്ടാകണം. 59 സഖാ VMS, 57 സഖാ VMS തുടങ്ങി വെച്ച കേരളത്തിൻ്റെ സൃഷ്ടി, ഭൂപരിഷ്കരണം, കാർഷിക രംഗത്ത് മാറ്റം, വ്യവസായ രംഗത്ത് പുരോഗതി, വിദ്യാഭ്യാസ രംഗം, ആരോഗ്യരംഗം, എല്ലാ രംഗങ്ങളിലും കേരളം അഭിവൃദ്ധിപ്പെട്ട് 3.5 കോടി മലയാളികളുടെ ജന്മനാട് ഐശ്വര്യപൂർണ്ണമാകണം. ഇനിയുമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണം. അതിദരിദ്രരില്ലാത്തൊരു കേരളമായി കേരളം വളരുകയാണ്. ഇത് ഇടതുപക്ഷ നയം കൊണ്ടാണ്. കേരളം വികസിക്കുന്ന ഇടതുപക്ഷ നയം കൊണ്ടാണ്. എല്ലാ വികസനത്തെയും തടസ്സപ്പെടുത്താൻ കച്ചകെട്ടി ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളവരാണ് UDF. അവർക്കതുപോലെ തന്നെ അവർക്ക് നാശമുണ്ടാകും. അങ്ങയുടെ ആത്മകഥയെ ചുറ്റിപ്പറ്റിയും ചില ആരോപണങ്ങൾ കൊണ്ടുവന്നു. പക്ഷെ അതെല്ലാം ചീറ്റിപ്പോയി. ചീറ്റിപ്പോയില്ലേ? അത് മതി. ഇല്ല, തുടങ്ങി, അത് പൂർത്തിയായില്ല. പൂർത്തിയായാൽ അത് അപ്പോൾ ഞാൻ അതിൻ്റെ കാര്യങ്ങൾ പറയും. പിന്നെന്താ, എൻ്റെ അടുക്ക അവിടുത്തെ ഞാൻ DGPക്ക് പരാതി കൊടുത്തു. പരാതിയുടെ അടിസ്ഥാനത്തിൽ DGP ഉദ്യോഗസ്ഥന്മാർ, ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥന്മാർ വന്ന് ഞാൻ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. അതുമാത്രമല്ല, ഞാൻ നിയമ നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ തെരഞ്ഞെടുപ്പിലും ജയരാജേട്ടനെ കേന്ദ്രീകരിക്കുന്നതുകൊണ്ട് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ഇങ്ങനെ അതിനെനിക്ക് നല്ലൊരു മറുപടി ഉണ്ട്. പക്ഷേ ഞാനത് പറയുമ്പോൾ എന്നെ പുകഴ്ത്തലാകും എന്നുള്ളത് കൊണ്ട് ഞാൻ പറയുന്നില്ല. ഏതായാലും കുറേ കാലമായില്ലേ എന്നെ വേട്ടയാടുന്നു. നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാകും, ഞാൻ തൃശ്ശൂരിൽ കുറേ കാലം അവിടുത്തെ പാർട്ടി സെക്രട്ടറിയെ പ്രവർത്തിച്ച ആളാണ്. ശോഭ സിറ്റിയിൽ എനിക്ക് വീടുണ്ടെന്ന് എഴുതി വെച്ചവരല്ലേ? തൃശ്ശൂരിൽ പിണറായി വിജയന് വീടുണ്ടെന്ന് എഴുതിയവരല്ലേ? ശോഭ സിറ്റിയിൽ എനിക്ക് വീടുണ്ടെന്ന് എഴുതിയവരല്ലേ? എൻ്റെ പാപ്പിനിശ്ശേരി വീടിൻ്റെ മുമ്പിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടെന്ന് എഴുതിയവരല്ലേ? എന്തൊക്കെ എഴുതിയിരുന്നു? യന്ത്രക്കല്ല് കൊണ്ട് വീടുണ്ടാക്കുമെന്ന് പറഞ്ഞവരല്ലേ? ഇത് എത്ര കാലമായി പറയാൻ തുടങ്ങിയിട്ട്? ആ വ്യക്തിഹത്യ കൊണ്ടൊന്നും ഞാൻ തകരില്ല. എൻ്റെ രാഷ്ട്രീയ ലക്ഷ്യമാണ് എൻ്റെ കരുത്ത്. ആ കരുത്തോടു കൂടി ഞാൻ മുന്നോട്ട് പോകും. അതുകൊണ്ട് ഇത്തരത്തിൽ വ്യക്തിഹത്യക്ക് പുറപ്പെടുന്നവർ ആലോചിക്കുന്നത് നല്ലതായിരിക്കും. അവർക്ക് അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങളും യജമാനന്മാരോടുള്ള അവരുടെ വിധേയത്വമൊക്കെ ആയിരിക്കാം. പക്ഷേ മാധ്യമങ്ങൾ അങ്ങനെയാകരുത്.